തോട്ടം തൊഴിലാളികളേറെയുള്ള ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കിയുടെ ജനജീവിതത്തെ ഏത് തരത്തിലാണ് ഇത് ദുരിതമയമാക്കുന്നത്? സുബിൻ. ഇടുക്കിയിലും പണിമുടക്ക് ജനജീവിതത്തെ വളരെ ദുസ്സഹമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതായത് രാവിലെ മുതൽ തന്നെ ഈ പണിമുടക്ക് അനുകൂലികൾ വിവിധയിടങ്ങളിൽ, അതായത് നഗരപ്രദേശങ്ങളിലല്ല ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലായി പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള അനുകൂലികൾ ഈ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം തന്നെ കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ഒരു പണിമുടക്ക് പൂർണ്ണമെന്ന് തന്നെ പറയാം. പ്രധാനമായും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങുന്നുമില്ല. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു പണിമുടക്കായിരുന്നത് കൊണ്ട് തന്നെ ആളുകളും നിരത്തിലിറങ്ങാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ തോട്ടം മേഖലയിൽ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഈ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ അതാത് ദിവസത്തെ പണിക്ക് പോയി ആ കൂലി കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ്. ഇത്തരത്തിൽ പണിമുടക്ക് വരുന്നതിലൂടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർ അനുഭവപ്പെടുന്നുണ്ട്. അതിൽ തുച്ഛമായ വരുമാനം ലഭിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. പലപ്പോഴും പല തോട്ടങ്ങളിലും ഇവർക്ക് ശമ്പളം പോലും ലഭിക്കുന്നത് വളരെ തുച്ഛമായ അല്ലെങ്കിൽ വളരെ വിരളമായി ശമ്പളം ലഭിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ തോട്ടം ഉപേക്ഷിച്ച് ഈ ഉടമ പോയത് കൊണ്ട് തൊഴിൽ ഇല്ലാതിരിക്കുന്ന ആളുകളെല്ലാം തന്നെ അവർ ഇത്തരത്തിൽ പുറത്തു പോയി പണിയെടുത്താണ് ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ പണിമുടക്ക് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ KSRTC ബസ്സുകളൊന്നും തന്നെ ജില്ലയിൽ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് കുമളി ഡിപ്പോയിൽ നിന്ന് പമ്പ സർവീസ് മാത്രമാണ് നിലവിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പോകളിൽ നിന്ന് തന്നെ KSRTC സർവീസ് നടത്തുന്നില്ല. അതായത് കട്ടപ്പന, നെടുങ്കണ്ടം, മൂലമറ്റം, തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നും തന്നെ ഈ സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ KSRTC ബസ്സുകളും ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. നമ്മൾ പല ഡിപ്പോകളുമായി ബന്ധപ്പെടുമ്പോൾ സർവീസ് നടത്തണമെന്നുണ്ട്. പക്ഷേ ഈ സമരാനുകൂലികൾ എത്തി ഇത്തരത്തിൽ വാഹനം തടയാനുള്ള ഒരു സാധ്യത ഉണ്ട്. അവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജീവനക്കാർ വാഹനങ്ങൾ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പണിമുടക്കുണ്ടായപ്പോൾ കട്ടപ്പനയിൽ KSRTC ബസ് തടയുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ജീവനക്കാർക്ക് എതിരെ ഈ സമരാനുകൂലികൾ തിരിയുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലും അതുപോലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഈ സമരാനുകൂലികൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നും കട്ടപ്പനയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെ തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ പോലീസിന്റെ സംരക്ഷണമൊക്കെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സമരാനുകൂലികൾ അവിടെ എത്താനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് കനത്ത സുരക്ഷ ഈ മേഖലയിൽ നിന്ന് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ജനജീവിതത്തെ ഇടുക്കി ജില്ലയിൽ വളരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പണിമുടക്ക് നിലവിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇടുക്കിയിലെയും സാധാരണക്കാരെയും തോട്ടം തൊഴിലാളികളെയും ഏറെ ബുദ്ധിമുട്ടിച്ച് ഈ പണിമുടക്ക് സമരം മുന്നോട്ട് പോകുന്നു. അവിടെ വാഹന ഗതാഗതം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.